2026 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 2026 കേരള ധനവിനിയോഗ ബിൽ 3-ാം നമ്പർ ബിൽ അങ്ങക്ക് അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2026 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്തുണയ്ക്കുന്നതാണ്. യെസ്, മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടോ? സർ, 2026 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. യെസ്. ഇനി ചർച്ച ഇല്ല, ചർച്ച തുടങ്ങിയിട്ട് മറുപടി വേണമെങ്കിൽ പറയും. അത്രേ ഉള്ളൂ. ഇനി വകുപ്പ് തിരിച്ചുള്ള പരിഗണന. ചർച്ചയ്ക്കില്ലല്ലോ. എൻ്റെ കയ്യിലൊരു ലിസ്റ്റുണ്ട്, പക്ഷേ ചർച്ചയ്ക്കില്ലെന്ന് വരും. പിന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് അത് ഞങ്ങൾ കൺസിഡർ ചെയ്യണം. ചർച്ചയാണെന്ന് വരികിൽ ശ്രീ അബിൻ വർക്കി കൂടിയാട്ട് ഉണ്ടോ? 8 മിനിറ്റ്. ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ. സാറേ, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കേരളം വലിയ ധനപ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് 5.07 ലക്ഷം കോടി രൂപയുടെ കടം. അതിൽ തന്നെ 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി വകയിരുത്തുന്നു. 20.9% ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റിന് വേണ്ടി വകയിരുത്തുന്നു. ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1.3% മാത്രമാണ് മൂലധന ചെലവ്. 6.41% GSDPയുടെ തനത് വരുമാനം. അത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. സർ, 20,500 കോടി രൂപയുടെ ഷോർട്ട് ഫാളാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്നുണ്ടായത്. കാരണം അത്രയും പൈസ കേന്ദ്രം തരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നുവെങ്കിലും അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ പ്രഖ്യാപിച്ച സർക്കാർ നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. 87,102 കോടി രൂപയുടെ കടം, വിവിധ കടങ്ങൾ കൊടുത്തു തീർക്കേണ്ട കടമുണ്ടായിരുന്നു. അതിനു പുറമെയാണ് സർ കൊട്ടിഘോഷിക്കപ്പെട്ട നമ്മുടെ മൊത്ത വായ്പയുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ 35,000 കോടി രൂപയുടെ ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ സാർ, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 50,000 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് സർക്കാർ നിന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുക മാത്രമായിരുന്നില്ല, പൂച്ചയ്ക്ക് കൂട് പണിതതിൻ്റെ കാശ് പോലും കടം വരുത്തിയിട്ടാണ് കഴിഞ്ഞ സർക്കാർ പോയത് എന്നുള്ള നിലയ്ക്കാണ് ഈ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. സർ, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഇവിടെ LDF പ്രസംഗിച്ചതല്ല, UDF ഇവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം. പ്രിയദർശിനി യാത്ര പ്രഖ്യാപിച്ചതിൻ്റെ 1-ാം മാസം നടപ്പിലാക്കി. വയോജന വകുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ 1-ാം മാസം നടപ്പിലാക്കി. അംഗനവാടി വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അന്ന് പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധനവ് നടപ്പിലാക്കി. ആശാപ്രവർത്തകർ 100 ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന്റെ നിലയിൽ സമരമിരുന്നെങ്കിലും ആ സമരത്തോട് ചേർന്ന് നിൽക്കാത്ത അന്നത്തെ ഭരണപക്ഷമായിരുന്നില്ല, മറിച്ച് അന്ന് പ്രതിപക്ഷം സമരത്തോട് ചേർന്ന് നിന്ന് 3000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ 3000 രൂപ വർദ്ധിപ്പിച്ചു. സർ, നമ്മളൊക്കെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയത് നമ്മൾ ഓർക്കുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞതാണ്, എൻ്റെ മകനെ അവർ ഇടിച്ചു തൊഴിച്ചു, പക്ഷേ എൻ്റെ മകൻ അവസാനം മരണപ്പെടുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ അതുപോലും ആ SFIക്കാർ കൊടുത്തില്ല എന്ന് പറഞ്ഞ സിദ്ധാർത്ഥന്റെ അമ്മയുടെ രോദനം ഇന്നും കേരളത്തിന്റെ മുമ്പിലുണ്ട് സാർ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന്റെ പേരിൽ ആന്റി റാഗിംഗ് സ്റ്റുഡന്റ് വെൽഫെയർ ഇത് തുടങ്ങിയിരിക്കുന്നു സാർ. അത് മാത്രമല്ല, ഒട്ടേറെ പദ്ധതികൾ, മിഷൻ സമുദ്ര, ഓപ്പറേഷൻ തൂഫാൻ. സാർ, മയങ്ങില്ല കേരളം, കേരളത്തിൽ ആദ്യമായി, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡിപ്പാർട്ട്മെന്റ് ഓൺലൈൻ പോർട്ടൽ തുടങ്ങി അവർക്ക് വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സജ്ജീകരണം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് സാർ. അതുമാത്രമല്ല, ഏവിയേഷൻ പ്രൊജക്റ്റും ഇൻവെസ്റ്റ്മെന്റ് കേരളയും ലാൻഡ് റിഫോംസും എക്കണോമിക് കോറിഡോറും നോളജ് സിറ്റിയും ഗ്ലോബൽ വാച്ച് ടവറും. സർ, ഇത് ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ടേൺ അറൗണ്ട് ബഡ്ജറ്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ബഡ്ജറ്റ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സാർ, ഇവിടെ കഴിഞ്ഞ LDF അവർക്ക് തോൽവി സമ്മതിക്കാനായിട്ടില്ല സർ. കാരണം അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഇന്നലെ ജർമ്മനി തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു സഖാവ് ഉണ്ടായിരുന്നു, മടങ്ങി വന്നിടാത്ത യാത്ര ചെയ്തല്ലൻ സഖാക്കളെ എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് കണ്ടത്.
അവർ പറഞ്ഞത് ഇത് സത്യത്തിൽ നമ്മളല്ല തോറ്റത്, ഫുട്ബോളാണ് തോറ്റതെന്നാണ് പറഞ്ഞത്. സാർ, ഇവർ ആ തോൽവിയുടെ ഹാങ് ഓവറിൽ നിന്ന് ഇതേവരെ മാറിയിട്ടില്ല എന്നുള്ളത് അറിയാം. സാർ, കമ്മ്യൂണിസത്തിന്റെ ആകെയുള്ള ഒരാശയധാര മാത്രമാണ് അവർ സ്വീകരിച്ചത്, ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്ത സഖാക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. കേരളത്തിൽ ആകെ ഏറ്റവും കൂടുതൽ പണവും സ്വർണവും ഉണ്ടായിരുന്ന ശബരിമലയാണ്. ആ ശബരിമലയെ കൊള്ളയടിച്ച് ഇല്ലാത്ത സഖാക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു എന്നത് മാത്രമാണ് കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയത്. സർ, PSC വഴിയുള്ള ക്രമക്കേട് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പല ചോദ്യങ്ങളുടെയും മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. PSCയുടെ ക്രമക്കേട് നീറ്റ് ക്രമക്കേട് പോലെ തന്നെയാണ്. അതുകൊണ്ട് അതും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പദം ഉപയോഗിച്ചു, റിവേഴ്സ് റെമിറ്റൻസ്. സാർ, അങ്ങയുടെയും എൻ്റെയും ഒക്കെ ജില്ലയിൽ മധ്യ കേരളത്തിലുള്ള ഇന്ന് ഏറ്റവും വലിയ പ്രതിഭാസം റിവേഴ്സ് റെമിറ്റൻസിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് സാർ. അത് കേവലം പുറത്തു നിന്നുള്ള തൊഴിലാളികൾ മാത്രം കൊടുക്കുന്ന പൈസയല്ല. നമ്മുടെ നാട്ടില് വിദേശത്ത് പഠിക്കാൻ പോയവരും ജോലി ചെയ്യുന്നവരും അവർ അവിടെ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ സാർ എന്താണ് സംഭവിക്കുന്നത്? പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങി മൈഗ്രേഷൻ ആരംഭിക്കുകയാണ്. പഠിക്കാൻ പോകുന്നു, 2 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടുന്നു. ആ സ്റ്റേ ബാക്കിനുള്ളിൽ അവിടെ ഒരു ജോലി സമ്പാദിക്കുന്നു. ആ ജോലി സമ്പാദിച്ചാൽ അവരൊരു കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ആ ആളുകളെയും കൊണ്ടുപോകുന്നു. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ടുപോകുന്നു. ഈ മാതാപിതാക്കൾ ചെന്ന് കഴിഞ്ഞാൽ സാർ ഏറ്റവും വലിയ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഒരു വീട് മേടിക്കുക എന്നുള്ളതാണ്. വിദേശത്ത് ഒരാൾ ഒരു വീട് മേടിച്ചാൽ 35 കൊല്ലത്തെ മോഡ്ഗേജാണ്. ആ മോഡ്ഗേജ് അടച്ചു തീർക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. സാർ, അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഇവിടെ നിന്ന് അവരുടെ വസ്തുവകകൾ വിറ്റ് ഈ കാശ് മുഴുവൻ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാർ, അതൊരു റിവേഴ്സ് റെമിറ്റൻസ് ആണ്. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ വിനിയോഗിക്കേണ്ട പണം ഇവിടെ വിനിയോഗിക്കുന്നില്ല എന്നത് മാത്രമല്ല, ആ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറയ്ക്ക് ഇനി മേലാൽ കേരളവുമായി ഒരു ബന്ധമുണ്ടാകില്ല എന്നുള്ളത് സ്ഥാപിക്കപ്പെടുക കൂടി ചെയ്യുകയാണ്. സാർ, അതുകൊണ്ട് തന്നെ മൈഗ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ റിവേഴ്സ് റെമിറ്റൻസിനെ നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സാർ, എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ സംഭവിക്കുന്നത്? ഒരു ചെറുപ്പക്കാരന് കേരളത്തിൽ നിന്ന് പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ ഉള്ള സാഹചര്യമോ സാറ്റിസ്ഫാക്ഷനോ ഇല്ല എന്നുള്ളിടത്താണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ മൈഗ്രേഷൻ ചെയ്യുന്നത്. സാർ, ഈ മൈഗ്രേഷന്റെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണ് എൻ്റെ ജില്ല, പത്തനംതിട്ട ജില്ല. സാർ, ഞാനവിടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച ഇപ്പോൾ ടൂറിസം പദ്ധതികളിൽ ആറന്മുള കണ്ണാടി പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. സാർ, ഞാനൊരു സ്പിരിച്വൽ ടൂറിസം, പിലിഗ്രിം ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള മണ്ണാണ് ആറന്മുള. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ആറന്മുള വള്ളംകളി, ആറന്മുള വള്ളസദ്യ, സാർ പടയണി, പള്ളിയോടം, കുമ്പനാട് കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്പിരിച്വൽ ടൂറിസം ഹബ്ബായി മാറേണ്ട ഒരു സ്ഥലമാണ് ആറന്മുള. അതുകൊണ്ട് തന്നെ ആറന്മുള പോലെയുള്ള ഹെറിറ്റേജ് ടൂറിസം പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥലങ്ങൾ കൂടുതൽ ഉപയോഗപ്രദമാക്കണമെന്നും ആറന്മുള പോലെയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ടൂറിസം പാക്കേജുകൾ അനുവദിച്ചുകൊണ്ട് ആളുകൾ വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. അത് മാത്രമല്ല സാർ, പത്തനംതിട്ട ജില്ലയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരു പ്രദേശം ഡെവലപ്മെന്റ് നടത്തണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആ പ്രദേശത്ത് സ്ഥലം വേണം. 2, ആ പ്രദേശത്ത് ആളുകൾ വരണം, പുറത്തു നിന്ന് സഞ്ചാരികൾ വരണം. 3, ആ പ്രദേശത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണം. സാർ, ഇത് 3ഉം ഒത്തുകൂടിയ സ്ഥലമാണ് പത്തനംതിട്ട. കാരണം ഒരു സിറ്റി സെന്ററിൽ ഇത്രയധികം സ്ഥലമുള്ള മറ്റൊരു ജില്ലയില്ല സാർ. 2, 55 ലക്ഷം ആളുകളാണ് ശബരിമല മാത്രം സന്ദർശിക്കുന്നത്. അതിന്റെ 10% ആളുകൾ മാത്രം ഒരു ദിവസം പത്തനംതിട്ട ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ ആ ജില്ലയുടെ തന്നെ ഒരു വലിയ ഡെവലപ്മെന്റ് ആണ് സാർ. 3, ഈ രാജ്യത്തെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ ആളുകളുള്ള ജില്ലയാണ് സാർ പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ GCDA മാതൃകയിൽ പത്തനംതിട്ട ഡെവലപ്മെന്റ് അതോറിറ്റി പോലുള്ള ഒരു അതോറിറ്റി ഉണ്ടാക്കണമെന്നും അവിടെ റൂറൽ ഡെവലപ്മെന്റിന് എങ്ങനെ PPP മോഡൽ നിർവഹിക്കാമെന്നതിനെ പറ്റി സർക്കാർ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. അത് മാത്രമല്ല, ഈ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുമ്പോഴൊക്കെ തന്നെ വലിയ പ്രയാസമാണ് സാർ. ബസ് റൂട്ട്, കോവിഡിന് മുമ്പ് 47 ബസ് ഉണ്ടായിരുന്നു ആറന്മുള നിയോജകമണ്ഡലത്തിൽ. ഇപ്പോൾ ഉള്ളത് 7 ബസ്സാണ് സാർ. ആ കോവിഡിന് ശേഷം അത് തുടങ്ങിയിട്ടില്ല സാർ. അതുകൊണ്ട് ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ബസ് സർവീസുകളും പബ്ലിക് ട്രാൻസ്പോർട്ടും വേണം സാർ. അത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രസ്ഥാനം ഉണ്ടായിരുന്നതാണ്. പല സഹകരണ മേഖലയിലും കള്ളക്കളി നടത്തി പല പ്രസ്ഥാനങ്ങളും പൂട്ടിക്കാറായി, പലതും പൂട്ടലിന്റെ വക്കിലാണ്. അതിനെപ്പറ്റി സമഗ്രമായ ഒരു പഠനം വേണം സാർ. അത് മാത്രമല്ല സാർ, IT ചെറുപ്പക്കാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ 2 സുഹൃത്തുക്കൾ വന്നു സാർ. അവർ വന്ന്
ബഹുമാനപ്പെട്ട IT മന്ത്രിയെ കണ്ട അന്ന് രാത്രി തന്നെ ആ സ്റ്റാർട്ടപ്പ് ഓണാക്കാനുള്ള പ്രൊജക്റ്റിലേക്ക് പോയി സാർ. ഇത്ര വേഗത്തിൽ ഒരു സർക്കാർ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് അവർ തന്നെ എന്നോട് ചോദിക്കാൻ സാർ. അത്ര വേഗത്തിൽ IT ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാൻ സാർ. അത് മാത്രമല്ല, ഇവിടെ ചെറുകിട കോൺട്രാക്ടിംഗ് മേഖല, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു സാർ. ചെറുകിട കോൺട്രാക്ടിംഗ് മേഖല ആകെ തകർന്നു പോയി സാർ. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള വർക്ക് തൊട്ട് അങ്ങ് 500 കോടി വരെയുള്ള വർക്കുകൾ മുഴുവൻ ഊരാളുകൾ ഏറ്റെടുക്കുകയാണ്. ഒരു വ്യവസായ മേഖല ആകെ തകർന്ന് തരിപ്പണമായി. സാധാരണക്കാരൻ ചെറുകിട കോൺട്രാക്ട് നടത്തി ജീവിക്കുന്നവന്റെ ജീവിതം ദുരാസിലാണ് സാർ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കോർപ്പറേറ്റ് വൽക്കരണം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുമ്പോൾ കോർപ്പറേറ്റ് വൽക്കരണത്തിനും എതിരായിട്ട് നമ്മൾ സംസാരിക്കണം സാർ. കാരണം ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു ചുമതല കൂടിയാണ് സാർ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഇവിടെ ഗവൺമെന്റ് നടത്തിയ ഈ പരിഷ്കാരങ്ങളോട് ധനവിനിയോഗ ബില്ലിന് എല്ലാവിധ സ്വാഗതവും പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ അവസരം പറഞ്ഞാൽ നന്ദി പറയുന്നു സാർ. ശ്രീമതി ഫാത്തിമ തഹലിയ. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, ഈ ഘട്ടത്തിൽ 1947 നവംബർ 26-ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല ബജറ്റ് ഈ സഭയെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ അസാധാരണവും നാടകീയവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിർമ്മാണ ദൗത്യമായിരുന്നു സർ അത്. 1947 നവംബർ 26-ന് അന്നത്തെ ധനമന്ത്രി ശ്രീ R.K. ഷൺമുഖൻ ചെട്ടി ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയായിരുന്നു സർ തരണം ചെയ്യുന്നത്. 2 നൂറ്റാണ്ട് വൈദേശിക ഭരണത്തിന് കീഴിൽ നിരക്ഷരരും നിരാലംബരും സ്വാതന്ത്ര്യം ഇല്ലാത്തവരുമായ ഒരു ജനതയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ നാടിൻ്റെ ചട്ടക്കൂട് സുദൃഢമായ അടിത്തറയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഉന്നതമായിട്ടുള്ള ഭൗതിക ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു നല്ല ജീവിതം ജനങ്ങൾക്ക് സമ്മാനിക്കാൻ നാം നടത്തുന്ന ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. സർ, കഴിഞ്ഞ 10 വർഷം യാതൊരു സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയുമില്ലാതെയാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് കടന്നുപോയത്. അതിനു മുകളിൽ സത്യസന്ധത എന്ന അടിത്തറയിൽ നിന്ന് ഈ ഇടക്കാല ബജറ്റ് വഹിച്ച പങ്ക് വലുതാണ്. സർ, അതേപോലെ ഇതേ സഭയിൽ 1977 മാർച്ച് 28-ന് ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു ജനകീയ സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെയാകണം എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നതിനർത്ഥം വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു നിർത്തുക എന്നുള്ളതല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കുമ്പോഴും അത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് താങ്ങാൻ കഴിയുന്ന വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്തി നടപ്പിലാക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് വൈറ്റ് പേപ്പർ നമ്മളുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള ഭരണനിർവഹണമാണ് കഴിഞ്ഞു പോയത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സർ, എൻ്റെ മണ്ഡലത്തിലേക്ക് വരാം. പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുള്ള ഒരു സ്ഥലം. അവിടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പരിഗണിക്കപ്പെടാതെയാണ് കഴിഞ്ഞ 10 വർഷം കടന്നു പോയിട്ടുള്ളത്. വ്യാമോഹത്തിൻ്റെ വിത്തുകളായിരുന്നു പേരാമ്പ്രയിൽ പാകിയിട്ടുള്ളത്. അതെല്ലാം ഇന്ന് ഉണങ്ങിപ്പോയിരിക്കുകയാണ് സർ. അവിടെയാണ് ഒരു പ്രതീക്ഷയായിട്ട് ഈ ബജറ്റ് വന്നിരിക്കുന്നത്. ഈ ബജറ്റിൽ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു താലൂക്ക് എന്നുള്ള വർഷങ്ങളുടെ പഴക്കമുള്ള ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ്. അതിൽ ഒരു വലിയ ചുവടുവെപ്പ് ഈ ബജറ്റിലൂടെ സാധ്യമായി എന്നുള്ളതിൽ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും ഈ സർക്കാരിന് നന്ദി പറയാനും ആഗ്രഹിക്കുകയാണ്. സർ, പേരാമ്പ്രയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് കൃഷിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ റബ്ബർ, തെങ്ങ്, അടയ്ക്ക കർഷകർ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. അവരെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രാധാന്യമുള്ള മറ്റുള്ള കാര്യങ്ങളുണ്ട്. സർ, കോഴിക്കോട് ജില്ലയിലേക്ക് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർ, എന്താണ് ഒരു കലാകാരൻ്റെ സന്ദേശം? അതൊരു കാലഘട്ടത്തിൻ്റെ സന്ദേശമാണ് എന്നുള്ളത് ഈ സർക്കാർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ അജണ്ടയുടെ ആവശ്യമുണ്ട്.
പുതിയ കാലത്തെ നവമാധ്യമങ്ങളുടെയൊക്കെ ഇടപെടലുകളിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും സാംസ്കാരികമായിട്ടുള്ള നിലവാരം ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏത് രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എൻ്റെ വ്യക്തിത്വത്തെ, ഞാൻ എൻ്റെ എന്ന് പറയുമ്പം അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അങ്ങ് ദയവായിട്ട് ആ പോസ്റ്റർ അവിടെ ടേബിൾ ചെയ്തോളൂ. ഇവിടെ നിയമസഭയുടെ ഉദ്യോഗസ്ഥർ അത് വന്ന് വാങ്ങും. ഇവിടുന്ന് തന്നെ സൈബർ പോലീസിന് നമ്മളത് കൊടുക്കുകയും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം ഞാൻ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അതിന് അന്വേഷിക്കാനുള്ള ഓർഡർ എടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സർ, ഇത് എൻ്റെ മാത്രം വിഷയമല്ല. ഞാൻ പറയുന്നത് സഭയുടെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആവരുത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായിട്ട്, അത് പൊതുമേഖലയിലാണെങ്കിലും ഡിജിറ്റൽ മേഖലയിലാണെങ്കിലും ഇടപെടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള ഇടമുണ്ടാകണം. അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമയം ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള സൈബർ കേസുകളുടെ പിന്നാലെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ദയവായിട്ട് ശ്രമിക്കണം എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സർ, മറ്റൊരു കാര്യം, ഇവിടെ ഈ ബജറ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കൈത്തറി വ്യവസായ മേഖലയെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതാണ്. സർ, കൈത്തറി മേഖല ഇന്ന് ഇങ്ങനെ അവസാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. വളരെ സന്തോഷം തോന്നുകയാണ് സർ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർ, നമ്മുടെ നാട്ടിലുള്ള മൺപാത്ര തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങളൊന്നും ആരും കാണാറില്ല. പേരാമ്പ്ര മണ്ഡലത്തിൽ എൻ്റെ ഒത്തിരി ആളുകൾ, എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞപ്പോഴും ആവശ്യപ്പെടുന്ന അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവരുടേതായിട്ടുള്ള സാലറി ഉൾപ്പെടെയുള്ള അലോവൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഈ ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറിയ സന്തോഷത്തോടെ തന്നെ അങ്ങയോട് പങ്കുവെക്കുകയാണ്. സർ, അവസാനിപ്പിക്കുന്നു. വിഖ്യാത കവി മിർസ ഗാലിബിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മേൽ മിന്നൽ പതിച്ചു എന്ന് കരുതി ഞാൻ എന്തിന് പരിഭവിക്കണം? ഓരോ പുൽനാമ്പുകളും ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ കൂടാരം വീണ്ടും പണിതുയർത്തും. സർ, ഈ ധനവിനിയോഗ ബില്ലിലെ ഓരോ വിഹിതവും ഓരോ പുൽനാമ്പും ചേർത്ത് വെച്ച് ഈ നാടിനെ വീണ്ടും പടുത്തുയർത്താനുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിട്ടാണ് സർ കാണുന്നത്. പ്രതിപക്ഷത്തിൻ്റെ, ഇന്ന് സഭയിൽ ആരുമില്ല, പ്രതിപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ പാപ്പരത്തെ തള്ളിക്കൊണ്ട് ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണച്ചതായി അറിയിക്കുന്നു സർ. അബു ജോൺ ജോസഫ് 3 മിനിറ്റ്. സാർ, നമ്മുടെ ബജറ്റിംഗ് രീതികളെക്കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുൻ വർഷത്തേനേക്കാൾ 5-10% ഓരോ വകുപ്പുകൾക്കും അനുവദിച്ച് ഉള്ള ഒരു പരമ്പരാഗത രീതി പലപ്പോഴും C&AGയുടെ റിപ്പോർട്ടിൽ പൂവർ ബജറ്റിംഗ് എന്ന പരാമർശം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സാർ, ഈ ഒരു ബജറ്റ് ആധുനിക പബ്ലിക് പോളിസി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആയ ഡോഗ്മാറ്റിക് ബേസ്, വിഷൻ, SWOT അനാലിസിസ്,
മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയിൽ അധിഷ്ഠിതമായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾക്കൊന്ന് നോക്കിയാൽ കാണാം. UDFിൻ്റെ പ്രകടന പത്രികകളുടെയും ആദ്യ ക്യാബിനറ്റിലെ സർവ്വതല സ്പർശിയായ തീരുമാനങ്ങളുടെയും ക്ഷേമവും സഹാനുഭൂതിയും നിറഞ്ഞ നെഹ്റുവിയൻ സോഷ്യലിസമാണ് ഈ സർക്കാരിൻ്റെ സൈദ്ധാന്തിക അടിത്തറയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ ബജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, ഇതിനെ പിന്തുണയ്ക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. എൻ്റെ പിതാവ് ശ്രീ PJ ജോസഫ് ഏറെ നാൾ ഈ സഭയുടെ ഒരു അംഗമായിരുന്നു. പലപ്പോഴും ബജറ്റ് പ്രസംഗം കൈക്കിട്ടുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങളടങ്ങിയ അധിക വിഭവ സമാഹരണത്തിൻ്റെ പേജ് അദ്ദേഹം വായിച്ചു നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ഈ ബജറ്റിൽ പാവപ്പെട്ടവനോ അധ്വാന വർഗത്തിൽപ്പെട്ട ആർക്കോ എന്ന് വേണ്ട ഒരാൾക്ക് പോലും ₹1 പോലും 2026-27 വർഷത്തിൽ അധിക നികുതി കൊടുക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള സാമ്പത്തിക പരാധീനതകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വാഹന നികുതി ഇളവിൻ്റെ പരിധി ഉയർത്തിയും ഹരിതാപം നിറഞ്ഞ നാളേക്കായി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറച്ചു, തകർച്ച നേരിടുന്ന പൊതുഗതാഗത മേഖലയുടെ സംരക്ഷണത്തിനായി സ്റ്റേറ്റ് ഗാരേജ് ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതിയിൽ 50% ഇളവ് നൽകിയും GSTയിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുമൊക്കെ ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രഖ്യാപിച്ചുമൊക്കെ ക്ഷേമവും സഹാനുഭൂതിയും പ്രകടമാക്കിയ ബജറ്റിൻ്റെ ശില്പികളെ ഞാൻ അനുമോദിക്കുകയാണ് സാർ. സാർ, ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇല്ല. സാർ, ഇവിടെ പാലക്കാട് മെമ്പർ ശ്രീ രമേശ് പിഷാരടി ഇവിടെ പറഞ്ഞതുപോലെ ഒരു ദിവസം 40 നിവേദനങ്ങളാണ് ഒരു MLAക്ക് കിട്ടുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന നിവേദനങ്ങളുടെ സാർ അതിന് 40 15 എണ്ണവും PSCയിൽ പേര് കൊടുത്തിട്ട് പ്രൈമറി സ്കൂളുകളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ വരുന്ന ഉദ്യോഗാർത്ഥികളാണ് സാർ. നമ്മുടെ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല നമ്മളെപ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ നാട്ടിൽ പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, എത്തിക്സ് ഉള്ള, സിവിക് സെൻസ് ഉള്ള, സാമൂഹ്യബോധമുള്ള, ആരോഗ്യമുള്ള, കാര്യപ്രാപ്തിയുള്ള, സഹിഷ്ണുതയുള്ള, ക്ഷമയുള്ള, എമ്പതിയുള്ള ഒരു പുതിയ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ സാർ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉടച്ചു വാർത്തേ പറ്റൂ. ധാരാളം മുതൽ മുടക്കുകളുടെ ആവശ്യമുണ്ട് സാർ. തൊടുപുഴയിൽ വെങ്ങല്ലൂർ ഒരു LP സ്കൂളുണ്ട് സാർ. 8 വർഷം മുമ്പ് കേവലം 35 വിദ്യാർത്ഥികളുമായി അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേരിട്ടിരുന്ന ആ സ്കൂളിൽ അവിടുത്തെ MLA ഫണ്ടും CSR ഫണ്ടുകളും അവിടുത്തെ അധ്യാപകരും പ്രധാന അധ്യാപകരും കൗൺസിലറും എല്ലാം ചേർന്ന് ഇന്ന് 350-ലധികം വിദ്യാർത്ഥികൾ ആ സ്കൂളിലുണ്ട് സാർ. അവരുടെ ആക്ടിവിറ്റി റൂം നമ്മളൊന്ന് പോയി കാണാം സാർ. ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രൈവറ്റ് വിദ്യാലയങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി റൂമുകളും അതുപോലെ തന്നെ മറ്റ് ഈ പഠനേതര മെത്തേഡുള്ള സ്കൂളാണ് സാർ. അതേ മോഡൽ സാർ നമ്മുടെ ഓരോ പ്രൈമറി സ്കൂളുകളെ നമ്മൾ ഉടച്ചു വാർക്കണം. അതുവഴി നമുക്ക് സാധാരണക്കാർക്ക് സൗജന്യമായി പഠിക്കുവാനും ധാരാളം യുവാക്കൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുവാൻ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബജറ്റ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമവും സഹാനുഭൂതിയും പ്രകടമാക്കിയ ഈ ബജറ്റിൻ്റെ ശില്പികളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ പുതുക്കിയ ബജറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ധനവിനിയോഗ ബില്ലിന് ഞാൻ സർവാത്മന പിന്തുണയേകുന്നു സാർ. ശ്രീ BB ഗോപകുമാർ. ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുന്നു. ഈ നിയമസഭയിൽ ഇന്ന് നമ്മൾ കണ്ടത് മദ്യനയത്തിലെ സാമ്പത്തിക ഇടപാടിൽ ആർക്കാണ് കൂടുതൽ ലഭിച്ചത് എന്ന സമയത്ത് തർക്കമാണ്. LDF ഇറങ്ങിപ്പോയി. ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഭരണകക്ഷി വ്യക്തമാക്കേണ്ടത്, ഈ ഇടപാടിൽ എത്രയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഇപ്പുറത്ത് LDFന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കണം. കാര്യം നിങ്ങൾ രണ്ടുപേരും ദേശീയ അടിസ്ഥാനത്തിൽ ഒരേ മുന്നണിയുടെ ഘടകകക്ഷികളാണ്. ഒരു സഖ്യകക്ഷിക്ക് അത്തരം കാര്യത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ കുറവ് ഒന്ന് സംഭവിക്കണം. LDFന്റെ ഭരണകാലത്തെ രൂപയുടെ മൂല്യം കണക്കാക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. മറ്റൊന്ന്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ലോകസഭ പാസാക്കിയ ഒരു നിയമത്തിനെതിരെ ഇവിടെ പ്രമേയം അവതരിപ്പിക്കുകയാണ്. സാർ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം, ആ സമരത്തിന് വിദേശ ഫണ്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തില് വിദേശ ലോബികൾ വിദേശ ഫണ്ടിങ് നടത്തി നമ്മുടെ സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുന്ന സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. മാറാട് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അന്ന് കൊടുത്ത പോലീസ് റിപ്പോർട്ടിലും ആ കലാപത്തിന് പിന്നില് വിദേശ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ നിയമസഭയാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലിനെതിരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുന്നു. ശ്രീ M.R. ബൈജു. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ബില്ലിനെ അനുകൂലിക്കുകയാണ്. 7 മിനിറ്റ്. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ജനപ്രതിനിധിയായിരുന്നു. സർ, ആ കാലഘട്ടത്തിൽ വിളപ്പിശാല എന്ന് പറയുന്ന സ്ഥലത്ത് ബഡ് സ്കൂളിൻ്റെ നിർമ്മാണവുമായി പോകുന്ന സമയത്താണ് 51 വയസ്സുള്ള മകളെയും കൂട്ടി 78 വയസ്സുള്ള ആ വൃദ്ധനായ പിതാവ് എത്തിച്ചേരുന്നു. അന്ന് ആ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കടന്നു പോകുമ്പോൾ ആ പിതാവ് എന്നോട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണില്ല എന്നേ ഉള്ളൂ. അത്രത്തോളം വിഷമത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ മകളെ എൻ്റെ കാലശേഷം ആര് നോക്കും എന്നുള്ളതാണ്. ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. തൻ്റെ അവസാന കാലഘട്ടം അടുക്കാറായി. ഇനി ആരാണ് എൻ്റെ മകളെ നോക്കുക എന്നുള്ള ആ പിതാവിൻ്റെ ചിന്ത, അത് ഒരു ഒറ്റപ്പെട്ട പിതാവിൻ്റെ ചിന്തയല്ല എന്ന് നമുക്കറിയാം. ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ അനുകൂലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സാർ? ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ബജറ്റിന് മുന്നോടിയായി അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മണ്ഡലമായിട്ടുള്ള കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ മലയൻകീഴിൽ ഒരു റെസിഡൻഷ്യൽ ബഡ് സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ വളരെ അനുകൂലമായി ഒരു മടിയും കൂടാതെ അനുവദിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ള, പ്രത്യേകിച്ചും കേരളത്തിലാകമാനം വരുന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഭിന്നശേഷിക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടി, അവരുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി നന്ദി പറയുകയാണ് സാർ. റെസിഡൻഷ്യൽ ബഡ് സ്കൂൾ എന്നുള്ള ആശയം അത് പറയുമ്പോൾ അവരുടെ പഠനകാലഘട്ടത്തിൽ അവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ സ്വയം തൊഴിലിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ആ കാലഘട്ടത്തിന് ശേഷം അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ച താല്പര്യത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് സാർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നല്ലോ സാർ. ആ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ കാട്ടാക്കടയിൽ ബിസ്മീർ എന്ന ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. വിളപ്പിൽശാല ആരോഗ്യ കേന്ദ്രത്തിലെത്തിയ ചെറുപ്പക്കാരൻ, അദ്ദേഹം ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ചത് അന്ന് വളരെ ചർച്ചയായിരുന്നു, നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും ആ കുടുംബം ഇന്ന് അനാഥരാണ് സാർ. അത് സ്വാഭാവികമായിട്ടും കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ വിളപ്പിൽശാല ഒരു ആശുപത്രിയിൽ മാത്രമല്ല, അത് ആ നിയോജകമണ്ഡലത്തിൽ വരുന്ന താലൂക്ക് ആശുപത്രിയായി ഉയർത്തപ്പെട്ട മലയൻകീഴ് ആശുപത്രിയുടെ അടക്കമുള്ള ആശുപത്രികളുടെ ഒരു ശോചനീയാവസ്ഥയാണ്. താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ആശുപത്രി ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം മാത്രമേ ഉള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ, ഡോക്ടർമാരുടെ കാര്യത്തിലടക്കം ഇന്നും പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിൽ വരുന്ന സുമയ്യ എന്ന് പറയുന്ന പെൺകുട്ടി തൈറോയ്ഡ് എന്ന അസുഖവുമായി ബന്ധപ്പെട്ടാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയത്. അന്ന് അവിടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഗൈഡ് വയർ ആ കുട്ടിയുടെ ഉള്ളിൽ കൊടുക്കും. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അടക്കമുള്ള എല്ലാ ഡോക്ടർമാരോടും പരാതി പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അന്ന് പരാതി പറയാൻ അവസരം ലഭിച്ചില്ല. പക്ഷേ ആ കുട്ടി ഇന്നും ആ ഗൈഡ് വയറുമായി നടക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് സാർ. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാതെ എങ്ങനെ കടന്നു പോകാൻ സാധിക്കും സാർ? കാട്ടാക്കട നിയോജക മണ്ഡലത്തിലൂടെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന 2 പ്രധാനപ്പെട്ട റോഡുകൾ, ഒന്നിൻ്റെ നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട് സാർ. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി രാവിലെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളാകമാനം വികസന കാര്യത്തിൽ വളരെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. വിഴിഞ്ഞം നാവായിക്കുളം
ഇടറോഡിൻ്റെ നിർമ്മാണം, ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ കാട്ടാക്കടയിൽ വലിയ വികസന സാധ്യതകളാണ് ജനം കൽപ്പിക്കുന്നത് സാർ. പ്രത്യേകിച്ചും ആ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ നടപടികൾ വേഗത്തിലാക്കാത്തത് കൊണ്ട് ജീവൻ പൊലിഞ്ഞത് 7 പേർക്കാണ്. സാർ, ഈ സാധാരണ ഭൂവുടമകളുടെ കയ്യിൽ നിന്നും വാങ്ങിവെക്കുന്ന പ്രമാണങ്ങളും മറ്റ് രേഖകളും അവർ വാങ്ങിവെക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ പഠനത്തിനു വേണ്ടി, വീട്ടിലൊരു അത്യാഹിതം സംഭവിച്ചാൽ അതിന് പണയപ്പെടുത്തുന്നതിന് വേണ്ടി, കുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും മറ്റും ഈ വസ്തു പണയം വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിക്കാൻ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് പോകും. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടെടുത്ത നടപടികളിലൊന്ന് അവർക്ക് ഈ വസ്തു ഉടമകൾക്ക് തുക കൈമാറി കൊടുക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ആ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബജറ്റിൽ 100 കോടി രൂപ അനുവദിച്ചു എന്നുകൂടി കേൾക്കുമ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട് സാർ. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ് സാർ. സാർ, വിളപ്പിൽശാല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചവർ സംസ്കരണ ശാലയായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. അവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, KTU അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടന്നു വരവിന് കാരണമാവുകയാണ്. നിരവധി സ്വകാര്യ വിദ്യാലയങ്ങൾ ആ മേഖലയിൽ വന്നിട്ടുണ്ട് സാർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ, ആ നമ്മുടെ വിളപ്പിൽശാലയിൽ നേരത്തെ ഇവിടെ ഒരു അംഗം സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഒരു UPS സ്കൂൾ, പ്രാഥമിക വിദ്യാലയം, ഞാനന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന അവസരത്തിൽ അവിടെ ആദ്യഘട്ടങ്ങളിൽ 200-ന് താഴെ കുട്ടികൾ പഠിച്ച ഒരു വിദ്യാലയമാണ്. മറ്റ് പലവിധ ഫണ്ടുകളും കൊണ്ടുവന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നമ്മൾ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ 900-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായി ആ വിദ്യാലയം മാറി. പക്ഷേ ഇന്നും അത് UPS സ്കൂളായി തുടരുകയാണ് സാർ. ആ പഞ്ചായത്തിന് ഏറ്റവും അടിയന്തരമായി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചാൽ തീർച്ചയായിട്ടും അവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രധാന കാരണമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സാർ. ആ മണ്ഡലത്തിൽ തന്നെ വരുന്ന മാർനല്ലൂർ പഞ്ചായത്തിൽ പഞ്ചമി, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പഞ്ചമിക്ക് പഠനം നിഷേധിച്ച ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്, ഊരുട്ടമ്പലത്തും ഇതുപോലൊരു UPS സ്കൂളുണ്ട് സാർ. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണ്. ആ സ്കൂളടക്കം സാർ അത് ഹൈസ്കൂളായിട്ട് ഉയർത്തിയാൽ ആ മേഖലയിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി മാറും സാർ. ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ഈ ബില്ലിനെ ഞാൻ ഹൃദയപൂർവ്വം പിന്തുണയ്ക്കുകയാണ്. ശ്രീ K. പ്രവീൺ കുമാർ, 8 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ. സർ, തകർന്ന ഒരു കേരളത്തിന് മോചനത്തിനുള്ള ശരിയായ വഴിയാണ് സർ ഈ ബജറ്റും അനന്തര നടപടികളും ഒക്കെ തന്നെ. സർ, ഈ സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നടപടിയും തളർന്ന കേരളത്തെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്ന തുള്ളിമരുന്നുകളാണ്. നല്ല വഴിക്ക് സർക്കാരും നാടും നീങ്ങുന്നു എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സർ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മേഖലകളും തകർന്നു സാർ. ഏറ്റവും തകർന്ന മേഖലയാണ് സാർ വിദ്യാഭ്യാസ മേഖല. സർ, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലത്ത് കേരളത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നില്ല, കാരണം അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ 2001-ലെ AK ആന്റണി സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന വലിയ പരിഷ്കരണം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒഴുകിപ്പോയ വിദ്യാർത്ഥി സമൂഹം കേരളത്തിൽ നിന്നു, അവരിവിടെ പഠിക്കാൻ തുടങ്ങി. എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തോടുകൂടി ആ അവസ്ഥ മാറി സാർ. ഇന്ന് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമില്ല സാർ. അവർക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലാത്തത് അച്ഛനോടും അമ്മയോടും ഇഷ്ടക്കുറവുകൊണ്ടല്ല, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പറഞ്ഞുകൊണ്ടുമല്ല, വിശ്വാസമില്ല സാർ, ഉണ്ടായിരുന്നില്ല. അവരുടെ ഭരണകാലത്ത് BCom തോറ്റവൻ MCom ജയിക്കുന്നു, 10ാം ക്ലാസ് തോറ്റവൻ PhD എടുക്കുന്നു. പിന്നെ എങ്ങനെയാണ് സാർ പഠിക്കുക? സർ, ചോദ്യപേപ്പർ ചോർന്നു. 2024-ലെ SSLC-യുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കോഴിക്കോട്. സർ, ആ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ DDOസിന് സമരം നടത്തി. ഞങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. സർ, ഇതേ ആവശ്യം ഉന്നയിച്ച് ഞാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ DCC പ്രസിഡന്റാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ജുഡീഷ്യൽ അന്വേഷണം വേണം. എന്നോട് അദ്ദേഹം പറഞ്ഞ മറുപടി, ചോദ്യമല്ലേ ചോർന്നുള്ളൂ, ഉത്തരം ചോർന്നില്ലോ, വെച്ച് പോയടേ. എന്നോട് പറഞ്ഞ മറുപടി സാർ. പിന്നെ ആരാണ് സാർ കേരളത്തിൽ പഠിക്കുക? ഇങ്ങനെ കേരളത്തെ തകർത്ത ഒരു സർക്കാരിലാണ് സാർ കേരളം ഭരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലവും. സാർ, ഇവിടെ വിദ്യ തേടി വിദ്യാർത്ഥികൾ വന്നൊരു കാലമുണ്ടായിരുന്നു, തൊഴിൽ തേടി യുവാക്കളുടെ കാലമുണ്ടായിരുന്നു. ഇന്ന് ആരും വരുന്നില്ല.
ബുദ്ധിയുള്ള കുട്ടികൾ ഇന്ന് കേരളം വിടുകയാണ്. മാത്രമല്ല 10 വർഷക്കാലം കൊണ്ട് തകർന്നുപോയ കേരളത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. സർ, കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ഔട്ട്ഡേറ്റഡ് കോഴ്സുകളാണ് കാര്യം സത്യമാണ്. ഉന്നത നിലവാരമുള്ള പല കോളേജുകളിലും സീറ്റുകൾ കാര്യമായി കിടക്കുന്നു. അവിടെയാണ് സാർ ബഹുമാനോടെ മുഖ്യമന്ത്രി പ്രസ്താവന വന്നത്. ഔട്ട്ഡേറ്റഡ് കോഴ്സുകൾ പോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ കൊണ്ടുവരുമെന്ന ആ പ്രസ്താവനയെ പ്രതീക്ഷയോടുകൂടി സാർ കേരളം ഉറ്റുനോക്കുന്നത്. സാർ, കേരളത്തിൻ്റെ ആരോഗ്യരംഗം സാർ ആലോചിക്കണം. ഇടത്തേക്കാരന് ചികിത്സയ്ക്ക് പോയാൽ വലത്തേ കൈക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രിക വയറ്റ് സൂക്ഷിച്ച കാലം ഉണ്ടായിരുന്നു. പേടിയോടുകൂടിയാണ് സാർ ആശുപത്രിയിൽ പോകാൻ. എന്നാൽ കരുത്തനായ ഒരു ആരോഗ്യമന്ത്രി വന്നു. ഇപ്പോൾ ഭയമില്ലാതെ ആശുപത്രിയിൽ ആളുകൾ എത്തുന്നു. സാർ, കേരളത്തിൻ്റെ ആഭ്യന്തര രംഗം, കേരളത്തിലെ പോലീസ് ഭരിച്ചിരുന്നത് മാർച്ചിട്ട് പാർട്ടിയായിരുന്നു. സഖാക്കളായിരുന്നു SIന്റെ CIന്റെ ഡ്യൂട്ടീസ് പണി. പക്ഷേ കരുത്തനായ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ ക്രമസമാധാന ചുമതല പൂർണ്ണമായും ആഭ്യന്തര വകുപ്പിന് കൈവന്നു സാർ. അങ്ങനെ കേരളം മാറുകയാണ് സാർ. ലൈഫ് മിഷൻ പദ്ധതി സാർ, അതിന് ലൈഫ് ഇല്ലാതാക്കാൻ പറ്റില്ലേ? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും പട്ടികവർഗക്കാർക്കും വീട് പോലും ലഭിക്കാത്ത അവസ്ഥ വന്നു. അതിനും പരിഹാരം ഉണ്ടാക്കുമെന്ന് ബജറ്റിൽ പറയുമ്പോൾ ഈ ബജറ്റിനെ അനുകൂലിക്കില്ലാതെ എന്താണ് സാർ ചെയ്യുക? സാർ, മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ BJP പറഞ്ഞിട്ട് അയാൾ വിട്ടുപോയി. BJP കാരൻ പറഞ്ഞിപ്പം എന്ത് കിട്ടി UDFൽ നിന്ന്? സാർ, ഞാൻ രാമരാമമന്ത്രം ജപിക്കുന്നവനാണ്, തികഞ്ഞൊരു വിശ്വാസിയാണ് സാർ. ഞാൻ ശ്രീരാമനെ ജപിക്കുന്നത് ഭക്തിക്ക് വേണ്ടിയാണ്, ഭക്തിയുടെ ഭാഗമായിട്ടാണ്, എൻ്റെ വിശ്വാസപരമായിട്ടുമാണ്. പക്ഷേ ഇവരുടെ പാർട്ടി ശ്രീരാമനെ ഭജിക്കുന്നത് പണം തട്ടാനാണ് സാർ. ശ്രീരാമനെ ഉപയോഗിച്ച് പണം തട്ടിയ പാർട്ടിയായി ഈ രാജ്യത്ത് BJP മാറിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നടത്ത പ്രസംഗം കാണുമ്പോൾ പരിഹാസവും പുച്ഛവും തോന്നിയാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ വയ്യാതെ പോയിരിക്കുകയാണ് സാർ. പിന്നെ പ്രതിപക്ഷം, എനിക്ക് ഈ നിയമസഭയിൽ പുതിയ അംഗമാണ് സാർ, വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഓരോ കാര്യം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാണാം സാർ. ഇന്നിപ്പോൾ ഞാൻ തോന്നുന്നത് ഇന്നലെ ഇറങ്ങിപ്പോയി, ഇന്നും ഇറങ്ങിപ്പോയി സാർ. ഇറങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ഒന്നൊന്നര മറുപടി കേൾക്കുമ്പോഴേക്ക് നനഞ്ഞ പടക്കം പോലും ഇരിക്കുകയല്ല സാർ ഇവർ. സാർ, ഞാൻ ആലോചിക്കുക, ഇവർ റിവേഴ്സ് റെമിറ്റൻസ് ഉള്ള പദം ഇവരെ ചിന്തയിലുണ്ടായിരുന്നു സാർ? ഇവരാലോചിച്ചിരുന്നോ? അപ്പം ഇങ്ങനെ കേൾക്കുമ്പം വീരശൂര എന്ന് പറഞ്ഞ ആളുകളൊക്കെ നയിക്കുന്ന പ്രതിപക്ഷത്തെ ആളുകൾ നനഞ്ഞ പടക്കം പോലെ അറിയുക, സൈ കെട്ടാ സാർ ഇറങ്ങിപ്പോയത്. പിന്നെ ഇന്നലെ ഇറങ്ങിപ്പോയത് പാവം മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് സാർ. അദ്ദേഹം എന്ത് പഴിച്ചു? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതാണ്. പിന്നെ ഷിബു ബേബി ജോൺ കരുത്തനായ ഒരു വനംവകുപ്പ് മന്ത്രിയാണ്. അവരുടെ കാര്യത്തിൽ വനമന്ത്രി ഉണ്ടായിരുന്നു സാർ. വയനാട്ടിൽ രാധ എന്ന് പറഞ്ഞ സഹോദരിയെ കടുവ പിടിച്ചു. ഇനി ഒരാളെയും കടുവ പിടിക്കാതിരിക്കാൻ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആ കടുവയെ പിടിക്കുവാനുള്ള പ്രവർത്തനമായി പോകുമ്പോൾ കോഴിക്കോട് കടപ്പുറത്തെ ഫാഷൻ ഷോയിൽ വന്ന് ഹിന്ദി പാട്ട് പാടിയ ഒരു വനമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുള്ള മന്ത്രിയല്ല ഷിബു ബേബി ജോൺ. ഓരോ കാര്യം പറഞ്ഞിങ്ങനെ പോവുകയാണ് സാർ. സാർ, ഞാൻ വരുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ് സാർ. എൻ്റെ നാട്ടിൽ ഒരുപാട് പദ്ധതി തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. മാത്രമല്ല, എൻ്റെ കന്നി പ്രസംഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ട തിക്കോടിയിലെ കോടിക്കൽ തീരത്തെ ഫിഷിംഗ് ഹാർബറും അനുവദിച്ചു. അതിന് ഒരുപാട് നന്ദി പറയുന്നു സാർ. കൊയിലാണ്ടിയിൽ ഇനിയും ഒരുപാട് പദ്ധതികൾക്ക് ആവശ്യമുണ്ട്. ഈ കഴിഞ്ഞ തന്ന പദ്ധതികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയുള്ള പദ്ധതികൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ധനവിനിയോഗ ബില്ലിന് 2 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഈ ധനവിനിയോഗ ബില്ലിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും സാർ. നമസ്കാരം. മന്ത്രിമാരുടെ മറുപടിയാണ് മുഖ്യമന്ത്രി. സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ധനവിനിയോഗ ബില്ലാണ്. ഇവിടെ ഗ്രാൻറ്റുകൾ ഈ സഭ അനുവദിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ് ആർട്ടിക്കിൾ 20 വെച്ചുള്ള സഭ അനുവദിച്ച പണം ചെലവാക്കാൻ. ഞാൻ പുതിയ മെമ്പർമാർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സഭ അനുവദിച്ച പണം അത് ചെലവാക്കാൻ, ധനവിനിയോഗം നടത്താനുള്ള ഈ സഭയുടെ അനുവാദം കൂടി വേണം. സഭ പണം അനുവദിച്ചാൽ പോരാ, ധനം ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള സഭയുടെ അനുവാദത്തിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ബില്ല്, ധനവിനിയോഗ ബില്ല് അവതരിപ്പിക്കുന്നത്. ജനങ്ങളുടെ പണം, ജനങ്ങളുടെ നികുതി പണം ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ജനപ്രതിനിധി സഭ നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 204 അനുസരിച്ചിട്ടാണ് ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാർ, ഇവിടെ ഈ പ്ലാനിനെ കുറിച്ചൊക്കെ വളരെ ചർച്ച വന്നു. ഞാൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ചർച്ചയിലെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ലോക്കൽ ബോഡിക്ക് അനുവദിച്ച, കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ച 10,000-ലധികം കോടി രൂപയുടെ 1,500 കോടി രൂപ കുറവ് വരുത്തിയെന്നാണ്. കുറവ് വരുത്താനുള്ള കാരണം നമ്മൾ പറഞ്ഞു. 20,500 കോടി രൂപ പ്ലാനിൽ ഇല്ലാതെ പോയി അവർ കണക്ക് കൂട്ടിയത്. ബാക്കി 15,000 കോടിയാണുള്ളത്. എങ്കിലും 15,000 കോടിയുടെ പ്ലാനല്ല നമ്മൾ വെച്ചത്. ഇവിടെ ഈ 30,000 കോടിയുടെ പ്ലാനാണ്.
5000 കോടി കുറവ് വരുത്തി, പണമില്ലാത്തതുകൊണ്ട്. ആ 5000 കോടി രൂപ പല വകുപ്പുകൾക്കായി കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു 1500 കോടി രൂപയുടെ കുറവ് വന്നു. അപ്പോൾ ഇവർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലെ ഇവർ ചിലവാക്കിയ പണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ അപ്പം എല്ലാത്തിനും മറുപടി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചിലവാക്കിയ പണവും ഇപ്പം ചിലവാക്കിയ പണവും പറഞ്ഞു. അത് നിങ്ങൾ അംഗങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോ കാലത്തും ഓരോ പ്ലാനാണ്. ഇപ്പോൾ 2011-12 പ്ലാൻ എന്ന് പറയുന്നത് 11,101 കോടി രൂപയാണ്. അത് പിന്നീട് 12-13 14,000 കോടി, പിന്നെ 17,000 കോടി, പിന്നെ 20,000 കോടി, പിന്നെ 24,000 കോടി, അങ്ങനെ വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പഴയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ പ്ലാനിൻ്റെ സൈസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാഗ്നേഷൻ പ്ലാനിൻ്റെ കാര്യത്തിൽ വന്നത് കഴിഞ്ഞ ഈ 5 വർഷക്കാലമാണ് ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ. കാരണം 28,000, 30,000, 3 പ്രാവശ്യം 30,000 കോടി തന്നെ വെച്ചു, ഒരു പെർസെൻറ്റേജ് വർദ്ധിക്കാതെ. എന്നിട്ട് ഇതിൻ്റെ ചിലവാക്കിയ തുക പറയുകയാണ്, പെർസെൻറ്റേജ് ചിലവാക്കിയ തുകയുടെ ആക്ച്വൽസ് പറയുകയാണ്. അപ്പോൾ മൊത്തം പ്ലാനിൻ്റെ എത്രയാണ് ചിലവാക്കിയതെന്ന് പറയുന്നില്ല, മനസ്സിലായല്ലോ. അതിനു മുമ്പ് ചിലവാക്കിയത് പ്ലാൻ, ഓരോ കാലത്തെയും പ്ലാനിൻ്റെ സൈസാണ്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിനേക്കാൾ ചെറിയ പ്ലാനാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ ചെറിയ പ്ലാനാണ്, അതിനേക്കാൾ ചെറിയ പ്ലാനായിരിക്കും AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അപ്പോൾ അതൊരു കണക്കാണ്, ഏത് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്കാണ് പറഞ്ഞത്. ഇനി ഇവർ പ്ലാൻ ഇത് നമ്മൾ കുറച്ചൊന്നാണ് പറഞ്ഞത്. 2024-25 30,370 കോടി രൂപയാണ് ഇവർ പ്ലാനിൽ വെച്ചിരുന്നത്. സർ, അത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ നടപ്പാക്കി കൊണ്ടിരിക്കുമ്പോൾ 31/8/2024 ഒരു ഗവൺമെൻറ് ഉത്തരവാണ്, കേട്ടോളാം നിങ്ങൾ. പ്ലാനിൽ 30,000 കോടിയുണ്ട്. ഉത്തരവിൽ ആദ്യത്തെ ഇത് 2024-25 സാമ്പത്തിക വർഷം 10 കോടി രൂപയ്ക്ക് മേൽ അടങ്കലുള്ള തുടർ പ്രോജക്റ്റുകൾ പദ്ധതികൾ ഉൾപ്പെടെ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി, മറ്റ് സെക്രട്ടറിമാർ, ബന്ധപ്പെട്ട സെക്രട്ടറി എന്നിവരുടെ സമിതി പരിശോധിച്ച് പദ്ധതി മാറ്റിവെക്കുകയോ അനിവാര്യത കണക്കിലെടുത്ത് വകുപ്പിന് ഭരണാനുമതി നൽകിയ ആകെ തുകയുടെ 50% നിജപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. അതായത് 10 കോടിക്ക് മീതെയുള്ള എല്ലാ വർക്കിൻ്റെയും പ്ലാൻ സൈസ് അങ്ങ് കട്ട് ചെയ്തു 50%. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10 കോടി താഴെയുള്ളത് രക്ഷപ്പെട്ടെന്ന്. അടുത്ത സെൻറ്റൻസ് എന്താണ്? 10 കോടിക്ക് താഴെയുള്ള തുടർ പ്രോജക്റ്റുകൾ ഇത് ഭരണാനുമതി നൽകിയ മൊത്തം തുകയുടെ 50% നിജപ്പെടുത്തി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ്. 10 കോടിക്ക് താഴെയുള്ളതിൻ്റെയും 50% കട്ട് ചെയ്തു, 10 കോടിക്ക് മീതെയുള്ളതിൻ്റെയും എല്ലാ പ്രോജക്റ്റുകളുടെയും 50% കട്ട് ചെയ്തു. 30,370 കോടി രൂപ പ്ലാനിൽ വെച്ചിട്ട് പ്ലാൻ ഇയർലി വർഷം 8-ാം മാസത്തിൽ തന്നെ, 8-ാം മാസത്തിൽ, അതായത് അവസാനത്തെ ക്വാർട്ടർ എത്തുന്നതിന് മുമ്പ് 8-ാം മാസത്തിൽ തന്നെ ഇത് മുഴുവൻ കട്ട് ചെയ്തു, പ്ലാൻ സൈസ് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് വന്നിട്ട് നമ്മൾ ഈ 20,500 കോടി കിട്ടാത്തതിൻ്റെ പേരിൽ 1,500 കോടി രൂപ കട്ട് ചെയ്തു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത്. എല്ലാത്തിനും മറുപടിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ധനവിനിയോഗ ബില്ലാണ് സഭ പാസ്സാക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം സൂക്ഷ്മതയോടുകൂടി, കൃത്യമായി, ഭംഗിയായി, പൂർണ്ണതയോടുകൂടി അത് നടപ്പാക്കും. ജനങ്ങളുടെ നികുതി പണമാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ബോധ്യം വേണം. സാർ, ഞാൻ ഈ മന്ത്രിസഭയ്ക്ക് വേണ്ടി ഉറപ്പ് നൽകുന്നു, ആ പദ്ധതികൾ കൃത്യമായ ഉത്തരവാദിത്വത്തോടുകൂടി, കൃത്യമായ ദിശാബോധത്തോടുകൂടി, ജനങ്ങളുടെ പണമാണ് ചെലവാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ അതെല്ലാം ഭംഗിയായി നടപ്പാക്കും. ഓരോ വകുപ്പിലും സൂക്ഷ്മതയോടുകൂടി എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെ ഞങ്ങൾ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഈ സഭ പാസാക്കി തന്ന ഈ പണം ചെലവഴിക്കും, ശ്രദ്ധയോടുകൂടി ചെലവഴിക്കും, സമയം വൈകിക്കാതെ. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. 10 കൊല്ലവും 15 കൊല്ലവും വൈകി പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണം ഒഴുകിപ്പോകുന്നതിന് കണക്കില്ല, അതിന് മാറ്റമുണ്ടാകണം. മാത്രമല്ല സാർ, ഇന്നു മുതലൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ 1-ാം തീയതി മുതൽ അടുത്ത 100 ദിവസക്കാലത്തേക്ക് 541 പ്രോജക്റ്റുകൾ 100 ദിവസക്കാലം കൊണ്ട് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കുക. 541 പ്രോജക്റ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന പരിശോധന കഴിഞ്ഞ് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ 541 പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ നടത്തി 100 ദിവസം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഈ പദ്ധതികൾ പൂർത്തിയാക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള യോഗം അതിനുവേണ്ടി വിളിക്കും. സാർ,
100 ദിവസത്തെ 5 തിരിച്ച് ഓരോ 20 ദിവസം കൂടുമ്പോഴും ഈ പദ്ധതി എവിടെ വരെ എത്തി, 541 പ്രോജക്റ്റുകൾ എന്നതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെ നടത്തി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അപ്ഡേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഡാഷ്ബോർഡ്, ആധുനികമായ ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടിയ ഒരു ഡാഷ്ബോർഡ് വെച്ച് ഓരോ പദ്ധതിയുടെയും സ്റ്റേറ്റസ്, ഓരോ പദ്ധതിയുടെയും പൊസിഷൻ ഓരോ 20 ദിവസം കൂടുമ്പോഴും ഓരോ 10 ദിവസം കൂടുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ കൂടി ഈ 541 പദ്ധതികൾക്കുണ്ടാകും. ഈ ഗവൺമെൻറ് ഇപ്രൂവ് ചെയ്യേണ്ടതാണ് ജനങ്ങളുടെ മുന്നിൽ. ഇത് വിശ്വാസ്യതയുള്ള സർക്കാരാണ്, ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. 541 പ്രോജക്റ്റുകൾ 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത സർക്കാരാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആദ്യത്തെ 100 ദിവസം ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തും. അത് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആവേശം കൂടിയായി, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ആവേശം കൂടിയാവും. കൂടുതൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം സമയബന്ധിതമായി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു തമാശ പറഞ്ഞു, 3 മാസം കൂടുമ്പോൾ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 മാസം കൂടുമ്പോഴാണ് സാധാരണ ഡെലിവറി ഉണ്ടാകുന്നത്. പക്ഷേ പദ്ധതികൾക്ക് ഓരോ 3 മാസക്കാലവും ഉണ്ടാവും. ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റിംഗ് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയ പരിശോധനയും ഫോളോ അപ്പും ഉണ്ടാവും. ഇത് നടപ്പാക്കി വരുത്താൻ എല്ലാ നിയമസഭാംഗങ്ങളും എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായ പരിശ്രമം, ഒരു ടീമായി നിന്നുകൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള ഒരുമിച്ചുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന 2, 3, 4 വകുപ്പുകൾ ഭേദഗതിയില്ല. 2, 3, 4 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവരാരുമില്ല. അതുകൊണ്ട് ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. 2, 3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ആരുമില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാകുന്നു. 1-ാം വകുപ്പും പീഡിയയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഡിയയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവരാരുമില്ല. 1-ാം വകുപ്പും പീഡിയയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 3-ാം വായന. ഇത് ഞാൻ സഭയുടെ മുമ്പാകെ വയ്ക്കുന്ന ഈ ധനവിനിയോഗങ്ങൾ ബില്ല് പാസ്സാക്കി തരണം എന്നുള്ള ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസ്സാക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവരാരുമില്ല. ഉപക്ഷേപം സഭ അംഗീകരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു.